മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവ് നായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. തെരുവ് നായ കേസിൽ കർശന ഉത്തരവുമായി സുപ്രീം കോടതി. മനുഷ്യജീവന് ഭീഷണിയാകുന്ന അപകടകാരികളായ നായ്ക്കളെ കൊലപ്പെടുത്താൻ സുപ്രീം കോടതി അനുമതി നൽകി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ABC ചട്ടങ്ങളടക്കം നടപ്പാക്കുന്നത് നിരീക്ഷിക്കാൻ എല്ലാ ഹൈക്കോടതികളിലും പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനും സുപ്രീം കോടതി ഉത്തരവ് നൽകി. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത, NJ അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി. ABC ചട്ടങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കിയെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവില്ലെന്നായിരുന്നു. ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സർക്കാർ സംവിധാനങ്ങൾക്ക് ഉണ്ടായെന്നും കോടതി നിരീക്ഷിച്ചു. VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ടും മന്ത്രിമാരുടെ വകുപ്പുകളിലെ തർക്കം തീരുന്നില്ല. ലീഗിന് ഫിഷറീസ് നൽകുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയും രംഗത്തെത്തി. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറൂ എന്നാണ് ലീഗിന്റെ നിലപാട്. ചില വകുപ്പുകളിൽ മന്ത്രിമാർ മാറ്റം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കുമുള്ള ഔദ്യോഗിക വസതികൾ അനുവദിച്ച് ഉത്തരവിറങ്ങി. ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണൻ MS ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ സംസ്കരണം, വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ തുടങ്ങിയ എല്ലാ മേഖലകളിലും മുന്നേറ്റമുണ്ടായി. നാടിന്റെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത്. ജനവിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. കൂടാതെ പുതിയ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അങ്ങനെയല്ലെങ്കിൽ എതിർക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇത് LDFന്റെയോ CPMന്റെയോ അവസാനമായി ആരും കാണേണ്ടെന്നും തങ്ങൾ ശക്തമായി തിരിച്ചു വരുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ഇരുട്ടടിയായി 5 ദിവസത്തിനിടെ രണ്ടാം തവണയും ഇന്ധനവില കൂട്ടി. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് കൂട്ടിയത് 90 പൈസ വീതം. തിരുവനന്തപുരത്ത് പെട്രോൾ വില 111 രൂപ 71 പൈസ, ഡീസലിന് വില 100 കടന്നു. കൊച്ചിയിൽ പെട്രോളിന് 109 രൂപ 60 പൈസയും ഡീസലിന് 98 രൂപ 45 പൈസയുമാണ് വില. പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 15 രൂപയുടെയെങ്കിലും വർധനമാണ് പൊതുമേഖല എണ്ണ കമ്പനികൾ താരതമ്യപ്പെടുത്തുന്നത്. ഒറ്റയടിക്ക് വില കൂട്ടുന്നത് വലിയ ജനരോക്ഷത്തിന് ഇടയാക്കുമെന്നതിനാൽ ഘട്ടം ഘട്ടമായി അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. നോർവേ സന്ദർശനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മോദി സ്ഥലം വിട്ടു. ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തക Xൽ പോസ്റ്റ് ചെയ്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ പോസ്റ്റ് പങ്കുവച്ചു. നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗർ സ്റ്റോറുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുവരും പ്രസ്താവന നടത്തി. ഇതിന് പിന്നാലെയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഒരു നോർവീജിയൻ മാധ്യമപ്രവർത്തക ആവശ്യപ്പെട്ടത്. എന്നാൽ മോദി ചോദ്യങ്ങളെ ഗൗനിക്കാതെ നടന്നു നീങ്ങുകയായിരുന്നു. മധ്യപ്രദേശ് പോലീസ് സ്വൈരജീവിതം അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുംഭമേള വൈറൽ താരവും ഭർത്താവും കോടതിയിൽ. കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി ദമ്പതികൾ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. അധികൃതർ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഏകപക്ഷീയമായി റദ്ദാക്കിയ ജനന സർട്ടിഫിക്കറ്റ് പുനഃസ്ഥാപിക്കണമെന്നും ഹർജിയിലുണ്ട്. സർക്കാർ രേഖകൾ വ്യാജമായി തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയും വർഗീയ പ്രകോപനവും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങൾക്കെതിരെ നടക്കുന്ന ക്രിമിനൽ ഗൂഢാലോചനയെ സംബന്ധിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നാണ് ദമ്പതികളുടെ ആവശ്യം. ഫാഷൻ ഷോയുടെ മറവിൽ മോഡലുകളെ വിദേശത്തെ സെക്സ് റാക്കറ്റിന് കെണിയിൽപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി. കേസുമായി ബന്ധപ്പെട്ട് പൊന്നാനി സ്വദേശിനി മഞ്ജിമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 3 ആയി. നേരത്തെ അലീന, സിന്ധു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഫാഷൻ ഷോകളിൽ പങ്കെടുപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ യുവതികളെ ദുബായിലേക്ക് കടത്തിയത്. ഇതിനായി പ്രതിയായ അലീന സെലിബ്രിറ്റികളെ ഉൾപ്പെടുത്തി വിപുലമായ പരസ്യങ്ങൾ നൽകി യുവതികളുടെ വിശ്വാസം പിടിച്ചുപറ്റി. അറസ്റ്റിലായ സിന്ധുവാണ് യുവതികളെ ദുബായിലെത്തിക്കാൻ നേതൃത്വം നൽകിയത്. ദുബായിലെത്തിയ യുവതികൾ നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളാണെന്നും പോലീസ് FIRൽ വ്യക്തമാക്കുന്നു. യുവതികൾക്ക് ലഹരിമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം ക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരം.
പാസ്പോർട്ട് തൊഴിലുടമ പിടിച്ചുവെക്കാൻ പാടില്ലെന്ന് ദുബായ് ഇമിഗ്രേഷൻ. യാത്രാരേഖകൾ പിടിച്ചുവെക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കണമെന്നും ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിയമസാധുത ഉറപ്പുവരുത്തുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ദുബായ് ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ വിശദീകരണം. ഓപ്പൺ എഐക്കും കമ്പനിയിലെ മുൻനിര എക്സിക്യൂട്ടീവുകൾക്കുമെതിരെയുള്ള ഇലോൺ മസ്കിന്റെ പരാതി തള്ളി ഫെഡറൽ കോടതി. കേസ് ഫയൽ ചെയ്യാൻ ഇലോൺ മസ്ക് കാലതാമസമെടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് തള്ളിയത്. 2 മണിക്കൂറുകൾ നീണ്ട വാദത്തിനൊടുവിലാണ് കോടതി വിധി വന്നത്. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പോടെ 2015 ആരംഭിച്ച കമ്പനി പിന്നീട് അതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുവെന്നും ഓപ്പൺ എഐ സിഇഒ സാം ഓൾട്ട്മാൻ വാണിജ്യപരമായി കമ്പനിയെ ഉപയോഗിച്ചുവെന്നും പറഞ്ഞാണ് മസ്ക് കേസ് നൽകിയത്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസണെ ഏകദിന പരമ്പരയ്ക്ക് പരിഗണിച്ചില്ല. ശുഭ്മാൻ ഗില്ലാണ് ടെസ്റ്റ് ഏകദിന ടീം ക്യാപ്റ്റൻ. KL രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ. ഋഷഭ് പന്തിന് പകരം ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറായി ടീമിലെത്തി. ടെസ്റ്റ് ഏകദിന ടീമിൽ 3 പുതുമുഖങ്ങൾ വീതമുണ്ട്. ജൂണിൽ 1 ടെസ്റ്റും 3 ഏകദിനങ്ങളുമാണ് കളിക്കുന്നത്. ഇരു പരമ്പരകൾക്കും വ്യത്യസ്ത ടീമുകളെയാണ് BCCI പ്രഖ്യാപിച്ചത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.